റോഷിപാൽ എന്താണ് ഇപ്പോൾ ഒരു പുതിയ രീതിയിലേക്ക് വോട്ടെണ്ണാൻ മണിക്കൂറുകൾ തീർച്ചയായും ഇനി വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൺട്രോൾ റൂമിലാണ് ഞാനുള്ളത്. അതിൽ ആദ്യം നമുക്ക് സ്ട്രോങ് റൂമുകൾ ഓപ്പൺ ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ കാണാം. അത് സംസ്ഥാനത്തെ 43 ഇടങ്ങളിൽ സജ്ജമാക്കിയ 140 സ്ട്രോങ് റൂമുകളുണ്ട്. അവിടെയുള്ള കൗണ്ടിംഗ് സ്റ്റേഷനുകളുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അവിടെ മുഴുവൻ കാണാം. ആ ദൃശ്യങ്ങൾക്ക് പുറമെ ഈ തവണ മറ്റൊരു സ്ക്രീനിൽ അവർ അവിടെ ആ ദൃശ്യങ്ങൾ അത് ഡ്രോൺ ദൃശ്യങ്ങൾ കൂടി അവിടെ ലഭ്യമാണ്. അതും 43 കേന്ദ്രങ്ങളാണ്. അവിടെ 43 കേന്ദ്രങ്ങളിലായാണ് ഈ 140 ഇടങ്ങളിലെ കൗണ്ടിംഗ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച പ്രധാനപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും, അത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഗേൽക്കറുടെ നേതൃത്വത്തിൽ അതിൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അതിൽ ജെറോമിക് ജോർജ് ഉണ്ട്, അതുപോലെ തന്നെ BB നൂഹ് ഉണ്ട്, അപ്പുറത്ത് ഷർമിള, അങ്ങനെ തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്ക് ഈ അവസാന ഘട്ടത്തിൽ തയ്യാറെടുപ്പുകൾ മുഴുവൻ പൂർത്തിയായി സജ്ജമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതെ, ഇപ്പോൾ പോസ്റ്റൽ ബാലറ്റിന്റെ സ്ട്രോങ് റൂംസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. EVMസിന്റെ സ്ട്രോങ് റൂംസ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായിട്ട് എല്ലാ അറേഞ്ച്മെന്റ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പൊതുവെ സുതാര്യമാക്കാൻ നമുക്ക് നിയന്ത്രണങ്ങൾ പരമാവധി കുറക്കുന്നതല്ലേ നല്ലത്? ഇപ്പോൾ സ്ട്രോങ് റൂം തുറക്കുന്ന ദൃശ്യങ്ങൾ പോലും അവിടെ മാധ്യമങ്ങൾക്ക് ചിത്രീകരിക്കാൻ വിലക്കുണ്ട് എന്നാണ് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും പറയുന്നത്. ഇല്ല, ഇത് കോമൺ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സ്ട്രോങ് റൂം തുറക്കുന്ന സമയത്ത് കാൻഡിഡേറ്റ്സ് ഇല്ലെങ്കിൽ അവരുടെ ഏജൻസ് ഉണ്ടാവണം, ഒബ്സർവർ ഉണ്ടാവണം, വീഡിയോഗ്രാഫി ചെയ്യേണ്ട ഉള്ള പ്രക്രിയയാണ് അത് സാധാരണഗതിയിലുള്ളത്. പിന്നെ അത് കൃത്യമായിട്ടുള്ള ഇത് ഇലക്ഷൻ റെക്കോർഡ്സ് ആണ്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു റിക്വയർമെൻറ്റ് വരുവാണെങ്കിൽ മാത്രം നോക്കാവുന്നതാണ്. ഇത് അതിൽ വേറെ വ്യത്യാസമൊന്നും ഇല്ല. ഈ പ്രാവശ്യം അതിന് വേണ്ടിയിട്ട് മാത്രം പ്രത്യേകമായിട്ട് ഒരു റെസ്ട്രിക്ഷൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഈ സാധാരണ ഉള്ള നിയന്ത്രണം മാത്രമാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്കുള്ളത്. തീർച്ചയായിട്ടും സാധാരണമായിട്ടുള്ള നിയന്ത്രണങ്ങൾ മാത്രമാണുള്ളത്. ഈ പൊതുവെ ഈ നടപടിക്രമങ്ങൾ സാധാരണ ഈ പോർട്ടൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഹാങ് ആവുന്ന ഒരു പതിവൊക്കെ ഉണ്ട്. അങ്ങനെ പരമാവധി വേഗം. ഓക്കെ, താങ്ക് യു റോഷി. ബൈറ്റ് എടുത്തോളൂ, നമുക്കത് കൊടുക്കാം. അപ്പോൾ TV പ്രസാദ് ഒരുപക്ഷെ VS രഞ്ജിത്തും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷണറുടെ അഭിപ്രായം ഒന്ന് കളക്ടർമാരെ അറിയിക്കുന്നതായിരിക്കും. ഒരു മാറ്റവും കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പുകളിലെ പോലെ തന്നെയാണ്. ഒരു പ്രത്യേക നിർദ്ദേശവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടില്ല. സ്ട്രോങ് റൂം തുറക്കുന്ന സ്ഥലത്ത് പകർത്തുന്നതിന് യാതൊരു തടസ്സവും ഇപ്പോൾ പ്രത്യേക ഇൻസ്ട്രക്ഷൻ വഴി ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മലപ്പുറം കളക്ടറുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. തിരുവനന്തപുരത്ത് നേമത്ത് സ്ട്രോങ് റൂം തുറക്കുന്നത് തടഞ്ഞ മാധ്യമപ്രവർത്തകരെ തടഞ്ഞ റിട്ടേണിംഗ് ഓഫീസറുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു പ്രത്യേക നിർദ്ദേശവും തന്നിട്ടില്ലെന്ന് സാക്ഷാൽ ഇലക്ഷൻ കമ്മീഷണർ തന്നെ പറയുന്നു. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറായ നമ്മളുടെ രത്തൻ ഖേൽക്കർ പറയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കനത്ത പോരാട്ടം നടക്കുകയാണ്. കേരളത്തിൽ ആര് വിജയിക്കുമെന്നതിനോടൊപ്പം തന്നെ മറ്റിടങ്ങളിലും കനത്ത പോരാട്ടമാണ്. TVക്ക് മഹാബലിപുരത്ത് റിസോർട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. റിസോർട്ട് ബുക്ക് ചെയ്യാത്ത ഒരേ ഒരു സ്റ്റേറ്റ് കേരളമായിട്ടു. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇനി BJP 10 സീറ്റ് പിടിച്ചു എന്ന് പറഞ്ഞാലും കേരളത്തിൽ ആര് റിസോർട്ട് ഒന്നും ബുക്ക് ചെയ്യാൻ പോകുന്നില്ല. നോ കെയർ. പൊളിറ്റിക്സ് 10 സീറ്റ് പിടിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പൊ ഈ എക്സിറ്റ് തൂക്കസഭ വരാനുള്ള സാധ്യത നമ്മുടെ രാഷ്ട്രീയത്തിൽ കാണേണ്ടതില്ല. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഒരു പരിഹാരം? പിന്നെ മാധു, ഈ തൂക്ക് മന്ത്രിസഭ വന്നാൽ തന്നെ അത് വൃത്തിയായി കേരളക്കാർ ഡീൽ ചെയ്യും. മനസ്സിലായി? അല്ലാതെ അവിടുന്ന് 4 പേര് തൂക്കി ഇവിടുന്ന് 4 പേര് തൂക്കുന്ന പരിപാടിയൊന്നുമില്ല. 71 സീറ്റില് ഉമ്മൻചാണ്ടി വലിച്ച സംസ്ഥാനമാണ് കേരളം. ഒരു സീറ്റ് 5 വർഷം തേർഡ് പ്ലെയർ ഇല്ലല്ലോ. തേർഡ് പ്ലെയർ വേണ്ട, 2 പ്ലെയർ മതിയല്ലോ. വേണമെങ്കിൽ ഇപ്പൊ സെൽവരാജിനെ അടർത്തിക്കൊണ്ട് പോയത് നമ്മൾ കണ്ടതല്ലേ. സെൽവരാജിനെ അപ്പുറത്തേക്ക് UDF-ലേക്ക് അടർത്തിക്കൊണ്ട് പോയി. അതിനും അപ്പുറത്തേക്ക് ഒരു ചലനവും അവിടെ തിരിച്ച് LDF ഒരാളെ കൂടി ഇങ്ങോട്ട് തിരിച്ചടർത്തിയിട്ടില്ല. നോക്കൂ, രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്, പാർട്ടി മാറുന്നത് സ്വാഭാവികമാണ്. പക്ഷേ വ്യക്തികൾ മാറുന്നതാണല്ലോ പ്രശ്നം. മുന്നണി മാറിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് മാണി ഇപ്പോൾ നിൽക്കുന്നത് ഈ ഭാഗത്താണ്. വേണമെങ്കിൽ തൂക്കുമന്ത്രിസഭ വന്നാൽ ഘടകകക്ഷികൾക്ക് വേറെ ചിന്തിക്കാം. അന്തരിച്ച അഹമ്മദ് പട്ടേലിന്റെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഗുജറാത്തിലെ കോൺഗ്രസ് MLA-മാരെ മുഴുവൻ മറ്റൊരു സംസ്ഥാനത്ത് കൊണ്ടുപോയി റിസോർട്ടിൽ പാർപ്പിച്ച് പിന്നെ വോട്ടെടുപ്പ് ദിവസം അർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളോട്, സ്ഥാനാർത്ഥികളോട്, ഒപ്പം തന്നെ വോട്ടർമാരോടൊക്കെ നമ്മൾ നന്ദിയുള്ളവരാണ്. കേരളത്തിലെ രാഷ്ട്രീയ ബോധ്യം വലുതാണ്. കേരളത്തിൽ പക്ഷെ അതേസമയം ചില പെയ്ഡ് സീറ്റുകളൊക്കെ ഇക്കുറി ഉണ്ട് എന്നുള്ളതാണ് ഇരു പാർട്ടികളും പറഞ്ഞു കേൾക്കുന്നത്. ചില മണ്ഡലങ്ങളിൽ